ആ വിഭാഗത്തിനോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് മഹാപാപമാണ് എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹുജറാത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനദ്ദൻ, വിശ്വാസികളെ ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ ചിലത് വലിയ പാപമാകുന്നു എന്ന്. വലിയ പാപമാകുന്നു. കാരണം നാം ഊഹിച്ച വിഷയം എന്താണോ ആ വിഷയവുമായി ആ വ്യക്തിക്കോ ആ കുടുംബത്തിനോ ആ വിഭാഗത്തിനോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് മഹാപാപമാണ് എന്ന് പറയാൻ കാരണം. കാരണം ഊഹത്തിലൂടെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശത്രുത. ഒരാളോട് ഒരു ഊഹം മനസ്സിൽ വന്നാൽ പിന്നെ അത് ശത്രുതക്ക് തുടക്കമായി. നല്ല ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ അത് കാരണമായി തീരും. അത് അസൂയക്ക് കാരണമായി തീരും. അത് വെറുപ്പിന് കാരണമായി തീരും. അത് ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കും. ഉപ്പയെയും മക്കളെയും മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കും. കച്ചവടത്തിൽ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകളെ തമ്മിൽ തെറ്റിക്കും. രണ്ട് രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കും. രണ്ട് സാമ്രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കും. കാരണം പിശാചിന് അതിലൂടെയൊക്കെ വളരെ വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. മനുഷ്യനെ തെറ്റിക്കുവാനും മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുവാനും ആളുകൾക്കിടയിൽ കലാപമുണ്ടാക്കുവാനും പിശാച് ഏറ്റവും വലിയ ആയുധമായി സ്വീകരിക്കുന്നത് എന്താണ്? ഊഹമാണ്.